ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ശങ്കറിനോട് ചന്ദ്ര പറയുകയാണ്, വിജയേട്ടൻ ചിന്നുവിനോട് സംസാരിച്ച് അവൾക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടാക്കുകയെന്ന്. ബാക്കിയെല്ലാം ചിന്നു നോക്കിക്കോളും എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയ് ശങ്കർ ശരി എന്ന രീതിയിൽ തലയാട്ടുന്നു. പിന്നീട് അർച്ചന കോടതിയിലേക്ക് പോവാനായി ഗൗൺ എടുക്കാൻ വരുമ്പോൾ ചെയ്ത് കരിഞ്ഞ ഗൗണാണ് അർച്ചന കാണുന്നത്. വേഗം തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് ഗൗൺ എടുത്ത് നോക്കുകയാണ് അർച്ചന. എന്താ ഒരു കരിഞ്ഞ സ്മെല്ലെന്നും പറഞ്ഞ് മഞ്ജു വരുന്നു. പിന്നാലെ തന്നെ രമ്യയും വരുന്നുണ്ട്. അർച്ചനയോട് ചോദിക്കുകയാണ്, എന്തു പറ്റി ചേച്ചി, ഇത് എങ്ങനെ കരിഞ്ഞു എന്ന് ചോദിക്കുന്നു. അപ്പോൾ രമ്യ അയ്യോ എന്ന് പറയുന്നുണ്ട്. പറയുകയാണ്, ഇത് ആകെ കരിഞ്ഞു പോയല്ലോ, അർച്ചന ചേച്ചിക്ക് ഇങ്ങനെ അബദ്ധം പറ്റാറില്ലല്ലോ എന്ന്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുകയാണ്, അയൺ ചെയ്തത് ഞാനാണ് എന്ന്. മുകുന്ദൻ വന്ന് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നു, കോട്ട് കരിഞ്ഞുപോയി എന്ന്. രമ്യ പറയുകയാണ്, ഞാൻ കോട്ട് അയൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോയത് എന്ന്. മഞ്ജു രമ്യയോട് ചോദിക്കുകയാണ്, പിന്നെ കോട്ട് തനിയെ അയൺ ബോക്സിൻ്റെ ചോട്ടിൽ പോയി ഇരിക്കൂ എന്ന് ചോദിക്കുന്നു. മുകുന്ദൻ പറയുന്നു, നീ മറ്റെന്തെങ്കിലും ആലോചിച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നിരിക്കുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ടെന്ന് പറയുന്നു. കൂട്ടില്ലാതെ ഞാൻ എങ്ങനെ കോടതിയിൽ പോവാനെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുകയാണ്, ചേച്ചി ഇന്ന് കോടതിയിൽ പോവണ്ട എന്ന്. അയ്യോ, അത് ശരിയാവില്ലെന്ന് അർച്ചന പറയുമ്പോൾ മഞ്ജു പറയുകയാണ്, രാവിലെ തന്നെ ഈ ഒരു സൂചന അശുഭ ലക്ഷണമാണെന്ന് പറയുന്നു. അപ്പോൾ മുകുന്ദൻ പറയുകയാണ്, എനിക്ക് അങ്ങനെ തന്നെയാണ് ചേച്ചി തോന്നുന്നത്, ദുർനിമിത്തം പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നു. ഇത് ഏറ്റുപിടിച്ച് മഞ്ജു പിന്നെയും പറയുകയാണ്, ചേച്ചി ഇനി എന്തായാലും കോടതിയിൽ പോകണ്ട, നമുക്ക് വേറെ തുണിയെടുത്ത് പുതിയ കോട്ടടിക്കാൻ കൊടുക്കാം എന്ന്. എന്നാൽ അർച്ചന പറയണ, ഇല്ല മഞ്ജു, എനിക്ക് പോയിട്ട് പല കാര്യങ്ങളുമുണ്ട് എന്ന്. എന്നാൽ മഞ്ജു പറയാണ്, അതെല്ലാം അസിസ്റ്റൻസിനെ വെച്ച് ചെയ്യൂ ചേച്ചി എന്ന് പറയുന്നു. ഇനി ഇങ്ങനൊരു ലക്ഷണക്കേട് കണ്ട് ചേച്ചി ഇന്ന് പോവണ്ട എന്ന് പറയുമ്പോൾ അർച്ചന പറയണ, അത് പറ്റില്ല എന്ന് പറയണ. അനിയ, മുകുന്ദ, നീ കൂടി ഒന്ന് പറയേ, ഇന്ന് പോവണ്ട എന്ന് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നതൊന്ന് നിങ്ങൾ മനസ്സിലാക്ക്, ഇന്ന് എനിക്ക് പോയേ പറ്റൂ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, ഇനി അതിൻ്റെ പേരിൽ ആരും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് ഇറങ്ങുകയാണ്. കയറി പോകാൻ നേരം അർച്ചന ഹെൽമെറ്റ് എടുത്തില്ലെന്ന് ഓർക്കുകയാണ്. അപ്പോൾ മുകുന്ദനും മഞ്ജുവും കൂടിയിട്ട് പുറത്തേക്ക് വരുന്നു. മുകുന്ദൻ ഹെൽമെറ്റുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പിന്നെയും മഞ്ജു പറയുകയാണ്, ചേച്ചി പിന്നെ അശുഭ ലക്ഷണമാണ്, ചേച്ചി ഇന്ന് പോകണ്ട എന്ന് പറയുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കുകയും മഞ്ജു എന്ന് അർച്ചന പറയുന്നു. അപ്പോൾ മുകുന്ദൻ പറയുകയാണ്, ഞാൻ ചേച്ചിയെ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ അർച്ചന പറയണ, വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന്. അർച്ചന പോയി കഴിഞ്ഞ് മുകുന്ദനും ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ മഞ്ജു പറയുകയാണ്, കൂട്ടിന് പകരം അവരുടെ ദേഹമായിരുന്നു പൊള്ളിക്കേണ്ടത് എന്ന്. പഞ്ചറാക്കി വെക്കാനും ഓർത്തില്ല എന്ന് മഞ്ജു പറയുന്നു. അതിനുശേഷം ചിന്നു ക്ലാസ്സിലേക്ക് പോവാൻ വണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് വിജയ് ശങ്കർ എത്തുന്നത്. ശങ്കറിനെ കാണുമ്പോൾ ചിന്നു അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ മോൾ എന്താ ഇവിടെ എന്ന് വിജയ് ശങ്കർ ചോദിക്കുന്നു. ഞാൻ ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണെന്ന് ചിന്നു അച്ഛനോട് പറയുകയാണ്. ശങ്കർ ചോദിക്കുന്നുണ്ട്, ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ എന്ന്. ചിന്നു പറയണ, ആ അച്ഛ, എനിക്ക് ആനിമേഷൻ പഠിക്കണമെന്നും അത് കഴിഞ്ഞ് വേറെ കോഴ്സ് ചെയ്യാമെന്നും പറയുന്നു. അപ്പോൾ വിജയ് ശങ്കർ ശരി, ഓക്കെ എന്ന് പറയുകയാണ്. വിജയ് ശങ്കർ ചിന്നുവിനോട് പറയാണ്, ഞാൻ മോളെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു എന്ന്. ഇതാ പരദേവതയുടെ നിമിത്തം പോലെ ഞാൻ മോളെ കണ്ടു. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുകയാണ്, നമ്മൾ അടുത്ത ദിവസം കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോവുക എന്ന് പറയുന്നു. എന്ന് പറയുകയാണ്, അമ്മയും കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കൂടെ വരുന്ന സമയത്ത് ചെറിയമ്മ കൂടി ഉണ്ടാവില്ലേ എന്ന് അവൾ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുകയാണ്, ചെറിയമ്മ തന്നെയാണ് നിന്നെ വിളിക്കാൻ പറഞ്ഞതെന്ന്. ഇത് കേൾക്കുമ്പോൾ ചിന്നുവിന് വളരെയധികം സന്തോഷമാവുകയാണ്. പിന്നീട് വിജയ് ശങ്കർ പറയുകയാണ്, ആര്യ ആരോമിലൊക്കെ വരുന്നുണ്ട്, അവരും അമ്പലത്തേക്ക് നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയുകയാണ്. വിജയ് ശങ്കർ പറയുകയാണ്, മോള് വായോ, ഞാൻ മോളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റിയിട്ട് പോവുകയാണ്. അതിനുശേഷം ഒരു വക്കീൽ അർച്ചനയെ കാത്തുകൊണ്ട് കോടതിയിൽ നിൽക്കുകയാണ്. അർച്ചന എന്ന് വരില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അർച്ചന അവിടേക്ക് വരുന്നത്. അർച്ചനയുടെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് വക്കീൽ ചോദിക്കുകയാണ്, ജാമ്യാപേക്ഷ ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ഉണ്ട്, പക്ഷേ ഞാനത് അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ അസിസ്റ്റൻസിന് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ അതെന്താ എന്ന് ചോദിക്കുന്നു. അർച്ചന പറയുകയാണ്, രാവിലെ ഗൗൺ അയൺ ചെയ്തപ്പോൾ അത് കരിഞ്ഞു പോയി എന്ന്.
പറഞ്ഞ് അർച്ചന പോകുമ്പോൾ വക്കീൽ ആലോചിക്കുകയാണ് അർച്ചനയ്ക്ക് ഒരു ഗൗണ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. ഒരു ഗൗണും വാങ്ങിച്ചുകൊണ്ട് അർച്ചന ചായ കുടിക്കുന്ന കടയിലേക്ക് ഈ വക്കീൽ പോയിട്ട് ഗൗണ് കൊടുക്കുകയാണ്. ഇതും വാങ്ങിച്ച് ക്യാഷ് തരാമെന്ന് അർച്ചന പറയുമ്പോൾ ആ വക്കീൽ പറയുന്നു വേണ്ട എന്ന്. എന്നാൽ അർച്ചന പറയുന്നുണ്ട് ഇല്ല, ക്യാഷ് എന്തായാലും വാങ്ങണമെന്ന് പറയുന്നു. വിജയശങ്കർ കോടതിയിലേക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത്. വിജയശങ്കറും അർച്ചനയും പരസ്പരം കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും രണ്ടുപേരും ഒന്നും മിണ്ടാതെ പോകുന്നു. അതിനുശേഷം ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിന്നു പഠിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് പറയുന്നു ചിന്നുവിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന്. പുറത്തേക്ക് പോയി നോക്കുമ്പോൾ സത്യനായിരിക്കും വന്നിട്ടുണ്ടാവുക. സത്യൻ ചിന്നുവിനോട് പറയുക ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ എന്ന്. എൻ്റെ കൂടെ വേറൊരാൾ കൂടി വന്നിട്ടുണ്ടെന്ന് സത്യം പറയുന്നതും ചന്ദ്രലേഖ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരികയാണ്. ചിന്നുവിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ വന്നത് എന്തിനാ എന്ന് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ചിന്നു ഇല്ല എന്ന് പറയുന്നു. പറയുകയാണ് വിജയ് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, ആ കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. മോൾ എന്തായാലും കുടുംബക്ഷേത്രത്തിലേക്ക് വരണമെന്ന് ചിന്നുവിനോട് പറയുകയാണ്. അതിനുശേഷം ചന്ദ്ര ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട് വരുന്ന കാര്യം അർച്ചനയ്ക്ക് അറിയൂ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നു ഇല്ല അറിയില്ല, വീട്ടിൽ പോയിട്ട് പറയാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണ വേണ്ട, ഇപ്പോൾ എന്തായാലും പറയണ്ട എന്ന് പറയുന്നു. പറഞ്ഞാലും മോളുടെ അച്ഛൻ്റെ കൂടെ അർച്ചനയ്ക്ക് വിടാൻ താല്പര്യമുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പോൾ പറയണ്ട എന്നും നമുക്ക് പോയിട്ട് മോൾക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് എത്തിച്ച വഴിപാടുകളും നടത്തി വരാമെന്ന് ചന്ദ്ര പറയുന്നു. ശേഷം ചിന്നു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. നേരെ അടുക്കളയിലേക്ക് പോയതിനു ശേഷം മഞ്ജുവിനെ അവിടെ കാണുന്നു. മഞ്ജുവിനോട് ചിന്നു ചോദിക്കുകയാണ് രമ്യ ആൻറ്റി എവിടെയെന്ന്. അവൾ തുണി വിരിക്കാൻ പോയിരിക്കുകയാണെന്ന് മഞ്ജു പറയുന്നു. അപ്പോൾ ചിന്നു പറയുകയാണ് എനിക്ക് ആൻറ്റിയുടെ ഒരു സഹായം വേണം, നാളെ ഞാൻ കുടുംബക്ഷേത്രത്തിൽ അച്ഛൻ്റെ കൂടെ പോവുകയാണ്, അതുകൊണ്ട് ആൻറ്റി എന്നെ ഇവിടുന്ന് പോവാൻ സഹായിക്കണമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുകയാണ് അതിനെന്താ, ഞാൻ മോളെ സഹായിക്കാം, മോള് പോയിട്ട് വായോ എന്ന് പറയുന്നു. മഞ്ജു പറയുകയാണ് മോൾക്ക് അമ്മയെ പോലെ അച്ഛനും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, കൂടെ നിൽക്കാമെന്ന് മഞ്ജു പറയുകയാണ്. പറയുമ്പോൾ ചിന്നുവിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ആരോമലും ആര്യയും കൂടി വീട്ടിലേക്ക് കുടുംബക്ഷേത്രത്തിലേക്ക് പോവാൻ തലേന്ന് വീട്ടിലേക്ക് വരികയാണ്. വിമല അവരെ സ്വീകരിക്കുകയാണ്. സത്യനാണ് ആര്യയെയും ആരോമലയെയും വിളിച്ചുകൊണ്ട് വരുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരം ആലോചിക്കുകയാണ് തൻ്റെ അമ്മയോട് പറയാതെ പോകുന്നതിന് തനിക്ക് കുറ്റബോധമുണ്ട് എന്ന് ആലോചിച്ച് കിടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ചിന്നുവിനെ കൂട്ടാനായി വിജയശങ്കറും രുക്കുവും കൂടി പോവുകയാണ്. ചന്ദ്ര വിജയശങ്കറിനെയും രുക്കുവിനെയും ചിന്നുവിനെ കൂട്ടിക്കൊണ്ടുവരാനായി പറഞ്ഞയക്കുന്നു. അതിനുശേഷം അർച്ചന കോടതിയിലേക്ക് പോകാൻ നേരം ചിന്നുവിനെ വിളിക്കുന്നു. അപ്പോൾ മഞ്ജു വരികയാണ്. മഞ്ജുവിനോട് പറയുകയാണ് ചിന്നുവിനെ വിളിക്ക്, ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുകയാണ് ഇന്ന് അവൾക്ക് ലേറ്റായിട്ട് പോയാൽ മതി, ചേച്ചി പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അർച്ചന അങ്ങനെ പോവുകയാണ്. ചിന്നു പുറത്തേക്ക് വരുന്നു. മഞ്ജുവിനോട് അമ്മ പോയോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു അതേ പോയി എന്ന് പറയുന്നു. ഇന്ന് മഞ്ജുവിനോട് പറയുകയാണ് അമ്മയോടൊന്ന് സൂചിപ്പിക്കായിരുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു പറയുകയാണ് എങ്ങനെ സൂചിപ്പിക്കാനാ, കൂടെ കുടുംബക്ഷേത്രത്തിൽ പോയി എന്നറിഞ്ഞാൽ മാവില്ല എന്ന് പറയുന്നു. ഇതും പറഞ്ഞ് മഞ്ജു ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ചിന്നുവിനെ അമ്പലത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ സമയം വിജയശങ്കറും രുക്കുവും ചിന്നുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ചിന്നു വരില്ലേ എന്ന സംശയത്തിൽ വിജയശങ്കറും രുക്കുവും നിൽക്കുമ്പോഴാണ് ചിന്നു നടന്നു വരുന്നത്. എന്താ ലേറ്റായി എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുകയാണ് അമ്മ പോയിട്ടല്ലേ എനിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ രുക്ക് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട് ചിന്നുവിന് ആകെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അമ്മ അറിയാതെ വരികയല്ലേ അതുകൊണ്ടാണെന്ന് പറയുന്നു. അതിനുശേഷം ഒന്നും പേടിക്കണ്ട എന്ന് രുക്കു ചിന്നുവിനോട് പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും കൂടി വണ്ടിയിൽ കയറി പോവുകയാണ് കുടുംബക്ഷേത്രത്തിലേക്ക്. വണ്ടിയിൽ പോകുന്ന സമയം ചിന്നുവിന് രുക്കുവും വിജയശങ്കറും ഇരിക്കുന്നത് കണ്ടിട്ട് അർച്ചനയും വിജയശങ്കറും ഇരിക്കുന്നത് പോലെ തോന്നുകയാണ്. ഇത് ഓർത്ത് ചിന്നുവിന് വളരെയധികം സന്തോഷമുണ്ട്. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.